ഞാൻ ശാന്തി നിങ്ങളോട് പറയുന്നത് പൂരിട്ടാൻ നക്ഷത്രത്തെക്കുറിച്ചാണ്. നക്ഷത്ര ദേവത അജൈകപാതാണ്, മനുഷ്യഗണമാണ്, പുരുഷയോനിയാണ്. അപ്പം ഈ നക്ഷത്രത്തിൻ്റെ പുരുട നക്ഷത്രം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയിൽ മീനൻ രാശിയിലും അതുപോലെ തന്നെ കുംഭൻ രാശിയിലുമുണ്ട്. ആദ്യത്തെ 3 പാദം കുംഭൻ രാശിയിലാണ്. അപ്പം കുംഭൻ രാശിയിലാകുന്ന പുരുട നക്ഷത്രത്തിന് നക്ഷത്ര അധിപനായ വ്യാഴവും അതുകണക്ക് തന്നെ രാശിയാധിപനായ ശനിയുടെയും സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരെ സ്വഭാവങ്ങൾ ഏറെക്കുറെ കരിയും ഒരുപോലെ ആയിരിക്കാം. അത് രണ്ടും പുരുട ശനിയും വ്യാഴവും രണ്ട് വ്യത്യസ്ത പരസ്പരം ചേരാത്ത സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ്. അപ്പം ഇതേ കണക്ക് ഇവരെടുക്കുന്ന തീരുമാനങ്ങളും പലപ്പോഴും ആർക്കും യോജിക്കപ്പെടാത്ത ചില തീരുമാനങ്ങൾ ഇവർ കൈക്കൊള്ളുന്നവരാണ്. പൊതുവേ വ്യാഴത്തിൻ്റെ ദുസ്ഥാന സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ നക്ഷത്രത്തിന് ശുഭഗ്രഹ ദൃഷ്ടിയൊന്നുമില്ലെങ്കിൽ ഇവരെടുക്കുന്ന പൊതുവെ തീരുമാനങ്ങൾ പലപ്പോഴും അത് പാളിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകണക്ക് തന്നെ ശനിയുടെ ചിന്താശേഷി, വ്യാഴത്തിൻ്റെ ചിന്താശേഷിയും വ്യാഴത്തിൻ്റെ വിദ്യയും ഒക്കെ കൂടുമ്പോൾ ഇവർക്ക് സംവിധാനം മേലുള്ള തിരക്കഥാകൃത്തൊക്കെ വേണം, അങ്ങനെയൊക്കെയുള്ള മേഖലകളൊക്കെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ഇവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ അതിന് തടസ്സവാദങ്ങൾ ഉന്നയിച്ച് വരുന്നൊരു സ്വഭാവവും ഇവരിൽ കാണപ്പെടുന്നു. ഇവർക്ക് പൊതുവെ പിശുക്ക് ഒക്കെ ഉള്ളവരായിരിക്കാം. അതേ കണക്ക് തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും കുടുംബത്തിലെ ചില ബാല്യകാല ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുന്നുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഈ പുരുട നക്ഷത്രക്കാരുണ്ടെന്നാൽ ശുഭഗ്രഹവും വ്യാഴൻ്റെ 5ാം ഭാവസ്ഥിതിയും ശുഭൻ ആയിട്ട് ഉച്ചസ്ഥാനത്ത് 5ാം ഭാവത്തിലൊക്കെ വന്ന് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല യോഗങ്ങളുണ്ടാവാം. മീനൻ രാശിക്കാർക്ക് ഇത് അനുകൂലമാണ്. ഇനി മീനൻ രാശിയിലാണ് നക്ഷത്രാധിപനും വ്യാഴമാണ്, രാശിയാധിപനും വ്യാഴമാണ്. അപ്പം ആ വ്യാഴത്തിൻ്റെ ശുഭഗ്രഹം സ്ഥാനം ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുയോഗ്യമായ തീരുമാനങ്ങൾ മീനൻ രാശിക്കാർക്ക് എടുക്കാൻ കഴിയും. അവർ സ്വന്തമായിട്ട് ചിന്തിച്ച് പല ബിസിനസ് പോലുള്ള കാര്യങ്ങളോ അങ്ങനെ പല സംരംഭങ്ങൾ ഏർപ്പെടാനോ അതിന് കൂടുതൽ ഉയർച്ചയെത്താനോ ഇവർക്ക് സാധിക്കും. പക്ഷേ കുംഭൻ രാശിക്കാർ എന്തെങ്കിലും തരത്തിൽ മേളിലോട്ട് കയറി വരാനും എന്നാൽ ഇവരുടെ ഉയർച്ചയിലും തകർച്ചയും ശനിയായിരിക്കും കാരണം ഉണ്ടാകുന്നത്. അപ്പം ശനിയും ഇവർക്ക് തുലാം രാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇവർക്ക് ഉച്ചനൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വലിയ അല്ലെ ശുഭഗ്രഹ ക്ഷേത്രത്തിൽ ശനി ഒക്കെ നിൽക്കുകയാണെങ്കിലൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവാം. അപ്പം ജാതകം നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ഏഴാണ്ട ശനിയാണ്. ശനി കാല് സംബന്ധമായ ദോഷങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള കാല് ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ശനിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വേദനകളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അപ്പം മീനൻ രാശിയിലാണ് ജന്മക്കൂറിലാണ് അപ്പം നിൽക്കുന്നത് കൊണ്ട്, ജന്മക്കൂറിൽ മീനൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് പൊതുവെ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ രാശിയാധിപനായ വ്യാഴം 4ാം ഭാവത്തിൽ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാലും ജൂൺ 1 കഴിഞ്ഞുള്ള നല്ല മാറ്റങ്ങൾ ഇവർക്ക് അനുഭവത്തിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പറയുന്നതാണ്. അപ്പം അതിൻ്റേതായ ചില കുറവുകളുണ്ടാവാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.